കേരള മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ AICC നിരീക്ഷകർ അല്പസമയത്തിനകം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തും. ഇപ്പോൾ ദീപദാസ് മുൻഷി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക്, അജയമാക്കൻ അടക്കമുള്ളവർ ഇപ്പോഴെത്തും. മുകുൾ വാസ്നിക് പറഞ്ഞ് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് മുകുൾ വാസ്നിക്കിന്റെ പ്രതികരണം. പിന്നീട് പ്രതികരിക്കാം എന്നുകൂടി മുകുൾ വാസ്നിക് പറഞ്ഞു. മിക്കവാറും ഞായറാഴ്ച ആയിരിക്കും പ്രതികരണം ഉണ്ടാവുക. അന്ന് മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. PR അരവിന്ദ് വിവരങ്ങൾ വച്ചിരുന്നു. അരവിന്ദ്, ഇവിടെ നടക്കുന്ന പരസ്യ പ്രകടനങ്ങളിൽ ഹൈക്കമാൻഡ് അതൃപ്തി, അതുകൂടി ഈ പറഞ്ഞ റിപ്പോർട്ടായി ഉൾപ്പെടുത്താനുള്ള തീരുമാനം, ഇനി അങ്ങനെ ആർക്കെങ്കിലും അനുകൂലമായി പ്രകടനം നടന്നാൽ അവർക്കത് നെഗറ്റീവ് മാർക്കാവുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഈ നിരീക്ഷകർ ഖർഗെയുടെ വീട്ടിലേക്ക് എത്തിയാൽ. അരവിന്ദ്, ഹാഷ്മി, കേരള മുഖ്യമന്ത്രി അടുത്ത ആരാകണമെന്നുള്ള ചർച്ചകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലേക്ക് വരും. മുകുൾ വാസ്നിക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായി MLA-മാരുടെ പിന്തുണ ആർക്കാണെന്നുള്ളത് കാര്യം കൃത്യമായി തന്നെ AICC നിരീക്ഷകർ അല്പസമയത്തിനകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിക്കും. ഇതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നടന്ന ശക്തി പ്രകടനങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ AICC നിരീക്ഷകർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം VD സതീശന് വേണ്ടി വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായിരുന്നു സംസ്ഥാനത്തുടനീളം നടന്നത്. അപ്പോൾ ഇതുകൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രവർത്തകരുടെ വികാരം AICC നേതൃത്വവും ഹൈക്കമാൻഡും പരിശോധിക്കുമോ എന്നതാണ് ഇനി നോക്കി കാണേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അങ്ങനെയാണോ കാണേണ്ടത്, അതോ ആ പരസ്യ പ്രകടനങ്ങളിൽ ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളി എന്ന നിലയ്ക്കാണോ നിരീക്ഷകർക്ക് അത് കാണാൻ കഴിഞ്ഞത്? ആ നിലയ്ക്കാകുമോ റിപ്പോർട്ടിലേക്ക് അത് വരിക? അരവിന്ദ്, നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം VD സതീശന് വേണ്ടി നടന്നിരുന്നു. പക്ഷേ ശക്തി പ്രകടനം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രവർത്തകരുടെ വികാരം, കാരണം ശക്തി പ്രകടനങ്ങൾ എല്ലാം നടന്നത് VD സതീശന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശക്തി പ്രകടനങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുക? കാരണം പ്രവർത്തകരുടെ വികാരം മാനിക്കണമോ അല്ലെങ്കിൽ MLA-മാർ നൽകിയ നിർദ്ദേശം പാലിക്കണമെന്നോ അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കും. ഇതുകൂടാതെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് പരിശോധിക്കുമോ എന്നതാണ് ഇനി നോക്കി കാണേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രകടനവും പ്രവർത്തകരുടെ പിന്തുണയും VD സതീശനുണ്ട്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇനി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും തീരുമാനിക്കുക എന്നതാണ് ഏറെ നിർണായകമാവുക. എന്തായാലും റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിന് സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ നാളെയോടുകൂടി തന്നെ നേതാക്കളെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിക്കും. അതിനുശേഷം ഒരു അന്തിമ പ്രഖ്യാപനം ഞായറാഴ്ച കൂടി നടത്താനായിരിക്കണം ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുക. എന്തായാലും MLA-മാരുടെ പിന്തുണ അത് KC വേണുഗോപാലിനാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നിരീക്ഷകർ പുറത്തു വന്നപ്പോൾ MLA-മാരുടെ പിന്തുണ അടക്കമുള്ള ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നതിൽ മിക്ക MLA-മാരുടെയും പിന്തുണ അതിൽ KC വേണുഗോപാലിനായിരുന്നു ലഭിച്ചിരുന്നത്. എന്തായാലും നിരീക്ഷകർ എത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. AICC നിരീക്ഷകർ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുകയാണ്. മുകുൾ വാസ്നിക് എത്തുകയാണ്. ഹാഷ്മി, മുകുൾ വാസ്നിക് എത്തുകയാണ്. എന്തായാലും റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ സമർപ്പിക്കും. രണ്ട് നിരീക്ഷകരിൽ ഒരാൾ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുന്നു. എന്തായാലും മറ്റ് നിരീക്ഷകൻ അജയമാക്കൻ ഉടൻ തന്നെ ഈ വസതിയിലേക്ക് എത്തും. എന്തായാലും അതിനുശേഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. നിലവിൽ KC വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സണ്ണി ജോസഫിനെയും നാളെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായി തന്നെ താൻ ഈ മുഖ്യമന്ത്രി പദത്തിന് അർഹനാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. പക്ഷേ VD സതീശൻ നാട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രവർത്തകരുടെ സ്വീകരണവും അതുപോലെ തന്നെ പ്രവർത്തകരുടെ ശക്തി പ്രകടനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം നിരീക്ഷകരിൽ ഒരാളായ മുകുൾ വാസ്നിക് കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ നിരീക്ഷകൻ കൂടി ഈ വസതിയിലേക്ക് ഹൈക്കമാൻഡ് ഒരു താല്പര്യം അക്കാര്യത്തിൽ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ കർണാടകയിൽ ഹൈക്കമാൻഡ് താല്പര്യം സിദ്ധരാമയ്യ ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ MLA-മാർ കൂടുതൽ പേർ സിദ്ധരാമയ്യ പിന്തുണച്ചു. അങ്ങനെ സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രി ആവുന്നതും പിന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ MLA-മാരുടെ പിന്തുണ കൂടുതൽ ആർക്ക്, അല്ലെങ്കിൽ പബ്ലിക് സെന്റിമെന്റ് കൂടുതൽ ആർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലക്സുകളും പ്രകടനങ്ങളും ആർക്ക് വേണ്ടി എന്നതിനൊക്കെ അപ്പുറം ആത്യന്തികമായി ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കൊക്കെ ഒരു തീരുമാനം ഉള്ളിലുണ്ട്. അതിന് പ്രകാരം തീരുമാനം വരും. അരവിന്ദല്ലേ? നമുക്കറിയാം മുൻപ് നടന്ന പല സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ, രാജസ്ഥാനിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അന്ന് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഫലം വന്നതിന് ശേഷം അശോക് ഗെഹ്ലോട്ടിന് MLA-മാരുടെ കൂടുതൽ പിന്തുണ ലഭിക്കുകയും അശോക് ഗെഹ്ലോട്ടിനൊപ്പം ഹൈക്കമാൻഡ് പോവുകയും ചെയ്തിരുന്നു. കർണാടകയിലും സമാനമായ രീതിയിൽ DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും തമ്മിലായിരുന്നു ഒരു മത്സരം ഉണ്ടായിരുന്നത്. അത് DK ശിവകുമാർ അന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചിരുന്നെങ്കിൽ പിന്നീട് സിദ്ധരാമയ്യയിലേക്ക് പോകട്ടെ, അന്ന് കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്ക് ലഭിക്കുന്നു. പക്ഷേ അന്ന് ഒരു ടേം വ്യവസ്ഥയെല്ലാം കർണാടകയിൽ ആദ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചതാണ്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്
ഘട്ടത്തിലേക്ക് നിലവിൽ പോയിരുന്നില്ല. എന്തായാലും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഈ വിഷയത്തിൽ എന്തായാലും അത് അന്തിമമായിരിക്കും. കാരണം KC വേണുഗോപാലിനെ സംസ്ഥാനത്തേക്ക് വിടണമെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും രാഹുൽ ഗാന്ധി ഇനി KC വേണുഗോപാലിനെ സംസ്ഥാനത്തേക്ക് അയക്കാൻ തയ്യാറാകുമോ എന്നതും ഈ തീരുമാനത്തിൽ ഒരു നിർണായക ഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അദ്ദേഹം പലതവണയായി മറ്റ് പല ചർച്ചകൾക്കായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടിരുന്നു. പല നേതാക്കളും സ്വന്തം നിലയ്ക്കും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ശശി തരൂരും കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടു തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശശി തരൂർ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും സംസ്ഥാനത്തെ MLA-മാരുടെ പിന്തുണയ്ക്കപ്പുറം ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെ അടക്കം വികാരം ഹൈക്കമാൻഡ് പരിശോധിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ സമർപ്പിക്കും. ഒരു നിരീക്ഷകരിൽ ഒരാളായ മുകുൾ വാസ്നിക് ഇതിനോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവായ ദീപാദാസ് മുൻഷിയും ഈ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഹാഷ്മി, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ ഖർഗെയുടെ വസതിയിലേക്ക് എത്തുകയാണ്. അധികം വൈകാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി ഇലക്ഷൻ റിസൾട്ട് വന്നാൽ 48 മണിക്കൂറകം മുഖ്യമന്ത്രി തീരുമാനമെന്നുള്ളതാണ്. പല 48 മണിക്കൂറുകൾ കഴിയുന്നുണ്ട്. കോൺഗ്രസിന് 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസമാണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അത് കോൺഗ്രസ് അവരുടെ സമയമെടുത്തോട്ടെ. പക്ഷേ അതിനപ്പുറം അമിക്കബിളായ ഒരു തീരുമാനം വരുമോ? തീരുമാനത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കലാപങ്ങൾ ഉണ്ടാകുമോ? ഈ പറയുന്ന 102 സീറ്റ് എന്ന മഹത്തായ വിജയത്തിന്റെ ശോഭയെ തല്ലിക്കെടുത്തിക്കളയുമോ എന്നൊക്കെയാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.